നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥ മൂന്നാം ദിവസം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം വാർഡ് 13-14 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി വെട്ടുക്കടവിൽ കപ്പേളയിൽ മോഷണം. അന്തരിച്ച മുതിർന്ന CPIM നേതാവും കൊടകര പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കാൽനട ജാഥ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥയാണ് മൂന്നാം ദിവസം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തിയത്. പേരാമ്പ്രയിൽ നിന്നും ആരംഭിച്ച ജാഥ മരത്തോമ്പിള്ളി, മനക്കുളങ്ങര, വഴിയമ്പലം, പുത്തുക്കാവ്, കാരൂർ, പുലിപ്പാറക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം ആനത്തടത്ത് സമാപിക്കും. ജാഥ ക്യാപ്റ്റൻ PR പ്രസാദൻ, വൈസ് ക്യാപ്റ്റൻ അമ്പിളി സോമൻ, മാനേജർ KC ജെയിംസ്, നേതാക്കളായ KD അപ്പച്ചൻ, അൻവർ സാദിഖ്, CM ബബീഷ്, MK ജോർജ്, KG രജീഷ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. നമ്മുടെ പാർട്ടിക്കൊപ്പം വരുന്നത്, ഇടതുപക്ഷത്തിനൊപ്പം വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ മനക്കളങ്ങരയിലെ പോസ്റ്റ് ഓഫീസ് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വലിയ സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ CPIM-ൻ്റെയും DYFI-യുടെയും ഒക്കെ പ്രവർത്തകർ ന്യായമായും ആ പ്രദേശത്തെ ആളുകളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മുന്നിൽ നിൽക്കുന്നു. ഒരു നാടിൻ്റെ വികസന പ്രവർത്തനത്തിനകത്ത് DYFI, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പങ്കാളിയാവും. ആ വികസന പ്രവർത്തനത്തിനകത്ത് നിർണായക മുമ്പത്തെ നമ്മുടെ വാർഡ് മെമ്പറായിരുന്ന പാപ്പച്ചേട്ടനെ, അതിനൊക്കെ മുമ്പ് ഞാനിവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അതിനേക്കാൾ മുമ്പ് നമ്മുടെ സഖാവ് PR പ്രസാദേട്ടൻ ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. അതിനേക്കാൾ മുമ്പ് നമ്മുടെ സഖാവ് AC വേലായുധൻ ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ അത്രയും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ മർമ്മപ്രധാനമായ 18-ാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാനായിട്ട് നമുക്ക് ഈ ഒരു അവസരം മാത്രം പോരാ. നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ ദൃശ്യമായ ആവിഷ്കാരമാണ് വാർഡ് 18-ൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. മരത്തമ്പിള്ളി ചെറുവത്തൂർ ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം വാർഡ് 13-14 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ബൂത്ത് പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി വെട്ടത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, VR രഞ്ജിത്ത്, സദാശിവൻ കുറുവത്ത്, ജയ KG, ബിജു, ജോസ് കോച്ചക്കാടൻ, രവീന്ദ്രൻ, അഗസ്റ്റിൻ പത്യാല, ഡെൽജിത്ത് ഞർലേലി എന്നിവർ പ്രസംഗിച്ചു. കൊടകര പഞ്ചായത്ത് നികുതി പിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ കൊടകര പഞ്ചായത്ത്? ഈ റോഡ് ആര് നന്നാക്കും? അവര് പറയുന്നത് A ക്ലാസ് പഞ്ചായത്ത് നിൽക്കണ്. വാർഡ് മെമ്പർ എല്ലാവരും ചിരിച്ചു കാണിച്ചോണ്ട് കാര്യമായില്ല. റോഡ് നന്നാക്കാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് അധികാരികൾക്കാണ്. ഈ ജനവിഭാഗങ്ങൾ കടന്നു വന്നിരിക്കുന്നതിന്റെ സൂചനയാണ് ഇന്ന്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ പഞ്ചായത്ത് റോഡുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദയനീയമായ സ്ഥിതിയാണ്. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണം നടത്തി.
ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രസ് ഫോറത്തിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി KR സരിത, ട്രഷറർ റോസ്മോൾ ഡോണി, മുതിർന്ന മാധ്യമപ്രവർത്തകരായ KN വേണു, ലാലുമോൻ ചാലക്കുടി, ഷാലി മുരുങ്ങൂർ, സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിന് വലിയ വേദന ഉണ്ടാക്കിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് ആകസ്മികമായി ഒരു വേർപാട് പ്രിയ സുഹൃത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വളരെ ചെറുപ്രായത്തിലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കണ്ണൻ മാസ്റ്ററുടെ എന്നെ 1-ാം ക്ലാസ് മുതൽ പ്രസ് ഫോറത്തിലെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ മധു, മെട്രോ വാർത്ത, KCV, ദേശവിശേഷം തുടങ്ങിയ മാധ്യമങ്ങളിലെ സജീവ പ്രവർത്തകനും റിപ്പോർട്ടറുമായിരുന്നു. സംസ്കൃത വാരാചരണത്തിന്റെ ഭാഗമായി വ്യാസ വിദ്യാനികേതനിൽ രക്ഷകർത്താക്കൾക്കായി പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്കൃത വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ രക്ഷകർത്താക്കൾക്കായി ദ്വിദിന സംസ്കൃത സംഭാഷണ ശിബിരം നടത്തിയത്. ഉദ്ഘാടന സഭയിൽ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ അധ്യക്ഷയായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിനി അശ്വതി രോഹിതാക്ഷൻ ക്ലാസ് നയിച്ചു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, പ്രിൻസിപ്പാൾ PG ദിലീപ്, മാനേജർ U പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മാതൃസമിതി അംഗം പ്രീത സ്വാഗതവും സെക്രട്ടറി ഓഷിൻ രാജേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചാലക്കുടി വെട്ടുക്കടവിൽ കപ്പേളയിൽ മോഷണം. സെന്റ് സെബാസ്റ്റ്യൻ ഐക്യസമാജം കപ്പേളയിലാണ് മോഷണം നടന്നത്. മോഷ്ടാക്കൾ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കപ്പേളയിലെ CCTVയും തകർത്ത നിലയിലാണ്. കഴിഞ്ഞ രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. രാവിലെയാണ് പ്രദേശവാസികൾ മോഷണ വിവരം അറിയുന്നത്. ഉടൻ ചാലക്കുടി പോലീസിനെ വിവരമറിയിച്ചു. ചാലക്കുടി പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഓണാഘോഷം ശ്രാവണ പൗർണമിക്ക് തുടക്കം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഓണാഘോഷമായ ശ്രാവണ പൗർണമിക്ക് കൊടിയേറി 22-ന് 11 മണിക്ക് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ കൊടിയേറ്റ് നടത്തി. കോളേജ് നിലനിൽക്കുന്ന ഗ്രാമത്തിലെ വീടുകളിൽ സൗജന്യമായി ഓണക്കിറ്റുകളും NSS വിദ്യാർത്ഥികൾ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും നൽകി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 60ഓളം കായിക താരങ്ങൾക്ക് വീൽചെയർ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ആം റെസ്ലിംഗ് എന്നിങ്ങനെയുള്ള മത്സരങ്ങൾക്ക് സഹൃദയ വേദിയൊരുക്കി. ദർശന സർവീസ് സൊസൈറ്റിയുമായി ചേർന്നാണ് സഹൃദയ കായിക മത്സരങ്ങൾ നടത്തുന്നത്. ശ്രാവണ പൗർണമി ഓണാഘോഷത്തിൽ ഫുഡ് ഫെസ്റ്റ്, ഓണസദ്യ മത്സരം, പായസ മത്സരം, ഓണച്ചന്ത, ട്രഡീഷണൽ ഫാഷൻ ഷോ, വടംവലി, മെഗാ തിരുവാതിര, പൂക്കള മത്സരം, വഞ്ചിപ്പാട്ട്, ക്ലേ മോഡലിംഗ്, പെയിന്റിംഗ് മത്സരം, മഹാബലി നിർമ്മാണം, ചെണ്ടമേളം എന്നിങ്ങനെ നിരവധി മത്സരങ്ങളുണ്ട്. കോളേജിലെ NSS യൂണിറ്റും സപ്തസദസ്സും വിവിധ ക്ലബ്ബുകളും സെല്ലുകളും ചേർന്ന് നടത്തുന്ന ആഘോഷ പരിപാടി വ്യത്യസ്തമാക്കുന്നത് ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ്. ഓണക്കിറ്റിനു പുറമെ ഗ്രാമത്തിലെ അംഗപരിമിതർക്ക് ഇത്തവണ ഓണക്കോടിയും ഓണസദ്യയും സഹൃദയ വിദ്യാർത്ഥികൾ സമ്മാനിക്കുന്നു. ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിന്റെ ലാഭവിഹിതം തണൽ സംഘടനയുടെ വയോജനങ്ങൾക്ക് ഓണസദ്യ നൽകി ആഘോഷിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജി കല്ലിങ്ങൽ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. NSS എല്ലാ സെല്ലുകളുടെയുമായിട്ടുള്ള പ്രത്യേകതരത്തിലുള്ള ഓരോ ദിവസവും പരിപാടി ഉണ്ടാകും. നിങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അതിൽ പങ്കുകൊള്ളുകയും നന്നായി കോപ്പറേറ്റ് ചെയ്യുക. സന്തോഷപൂർവ്വമായിട്ടുള്ള ഓണത്തിന്റെ അന്തരിച്ച മുതിർന്ന CPM നേതാവ് EL പാപ്പച്ചൻ അനുസ്മരണം നടത്തി. അന്തരിച്ച മുതിർന്ന CPIM നേതാവും കൊടകര പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM മനക്കുളങ്ങര ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനക്കുളങ്ങരയിൽ നടത്തിയ അനുസ്മരണത്തിന് NB സത്യൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി ഷാൻ, CM ബബീഷ്, KD അപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി നമ്മുടെ
സഖാവ് അപ്പച്ചേട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സഖാവ് MM ഗോപാലേട്ടൻ, AKG ബ്രാഞ്ച് സെക്രട്ടറി സഖാവ്, പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ സഖാവ് പാപ്പച്ചേട്ടൻ നമ്മുടെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം പിന്നിടുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിധിൻ, ICDS സൂപ്പർവൈസർ ശ്രുതി T രാംമോഹൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,215 രൂപ, പവന് 73,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ വീണ്ടും. CPM കൊടകര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥ 3-ാം ദിവസം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം വാർഡ് 13, 14 കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി വെട്ടുക്കടവിൽ കപ്പേളയിൽ മോഷണം. അന്തരിച്ച മുതിർന്ന CPIM നേതാവും കൊടകര പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്ന EL പാപ്പച്ചൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.